ഗൈസ്, നിങ്ങൾ എല്ലാവരും വാട്സാപ്പിൽ സ്റ്റാറ്റസ് റീഡ് ചെയ്യുന്നവരല്ലേ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലത്തെ മോഷനിങ് HD ക്വാളിറ്റി വാട്സാപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ HD ക്വാളിറ്റി വാട്സാപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ കണ്ടാൽ മതി. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് HD ക്വാളിറ്റി വാട്സാപ്പ് സ്റ്റാറ്റസ് തന്നെ, പക്ഷെ ഒരു മൂവിംഗ് ആയിട്ടുള്ളത്, ഒരു ഇമേജ് മൂവ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് HD ക്വാളിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് ഇവിടെ 2-3 ആപ്ലിക്കേഷൻസിന്റെ ഒരു ആവശ്യമുണ്ട്. ഒന്നാമത് നോക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കാനായിട്ട്, ഈ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു എലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതിന്റെ വാട്ടർമാർക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ക്രാക്കഡ് വെർഷൻ ക്രോമിൽ നിന്ന് എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എലൈറ്റ് മോഷൻ വഴി അത് എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് നേരെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ നല്ല സൈസിലായിരിക്കും എക്സ്പോർട്ട് ആവുന്നുണ്ടാവുക. സോ നിങ്ങൾക്കത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സൈഡ് ആണെങ്കിൽ അതിന്റെ ക്വാളിറ്റി എന്തായാലും കംപ്രസ് ആവും. അപ്പോ നിങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങളൊരു വീഡിയോ പാണ്ട കംപ്രസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ക്വാളിറ്റി കുറയാതെ തന്നെ കംപ്രസ് ചെയ്ത് നിങ്ങൾക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒരു 2-3 MB ചുരുങ്ങുന്ന വിധം ക്വാളിറ്റി കുറയാതെ നിങ്ങൾക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാവുന്നതാണ്. സോ അപ്പൊ അങ്ങനെ 2 ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും അതുപോലെ തന്നെ വീഡിയോ പാണ്ട കംപ്രസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. സോ അപ്പൊ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ആദ്യം നമുക്ക് 2-3 സ്റ്റെപ്സ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലാലേട്ടന്റെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു മോഷൻ HD ക്വാളിറ്റി സ്റ്റാറ്റസ് വീഡിയോ ഞാൻ അവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ മോഹൻലാലിന്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. സോ ഞാൻ തൽക്കാലം യൂട്യൂബിൽ നിന്ന് പോയിട്ട് മോഹൻലാലിന് കുറച്ച് ഫോട്ടോസ് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പോവാണ്. സ്ക്രീൻഷോട്ട് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ അപ്പൊ നമുക്ക് നേരെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മോഹൻലാലിന്റെ ന്യൂ മൂവി മരക്കാറിന്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ നോക്കുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സൈസിലുള്ള ഈ ലാൻഡ്സ്കേപ്പ് സൈസിലുള്ള ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കണം. ഈ പോർട്രേറ്റ് സൈസിലാണെങ്കിൽ നിങ്ങൾക്ക് അത് സൂം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സൂമിങ് ആയിരിക്കും. സോ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലാൻഡ്സ്കേപ്പിലുള്ള ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഞാനിപ്പോ തൽക്കാലം മോഹൻലാലിന്റെ 2-3 ഫോട്ടോസ് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുക്കാനായിട്ട് പോവാണ്. സോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ ലാലേട്ടന്റെ 3 ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് കാണിച്ചു തരാം. ഈ 3 ഫോട്ടോസാണ് നമ്മളിപ്പോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ 3 ഫോട്ടോസ് നമ്മൾ HD ക്വാളിറ്റി സ്റ്റാറ്റസ് ആക്കി എടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഇട്ടിട്ട് വേണം യൂട്യൂബിൽ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലറായി പോകും. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. സോ അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ എലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. സോ അപ്പൊ നമ്മുടെ എലൈറ്റ് മോഷൻ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള റേഷ്യോ സെലക്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇവർ തന്നിട്ടുള്ള ഈ 4 റേഷ്യോസ് അല്ല നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എക്സ്ട്രാ റേഷ്യോ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി പെൻസിൽ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പെൻസിൽ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിടാം. ദെൻ നമുക്കിവിടെ കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ 920 1080 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ചേഞ്ച് ചെയ്തിട്ട് പോകുന്നത് 920 അടുത്ത് 1080 നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ്. ദെൻ അടിയിലുള്ള 1030 അവിടെ 2340 കൊടുക്കാൻ പോവാണ്. 2340 പിക്സൽ റേറ്റിൽ നമ്മൾ ചെയ്യാൻ പോവാണ്. ഞാൻ 30 FPS മാറ്റിയിട്ട് 60 FPS കൊടുക്കാണ്. അതുപോലെ തന്നെ അടിയിൽ ലൈറ്റ് ഗ്രേ എന്നുള്ളത് ബ്ലാക്ക് ആക്കി നമ്മൾ കൊടുക്കാണ്. സോ അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ളത്. ദെൻ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ്, അതായത് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇതിന് വരുന്നത്. അപ്പൊ നമുക്കിവിടെ അടിയിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടിയിൽ മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ അലോ ആക്സസ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 3 സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് 3 സ്ക്രീൻഷോട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്നിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് 3 സ്ക്രീൻഷോട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 3 സ്ക്രീൻഷോട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇവിടെ 3 സ്ക്രീൻഷോട്ട് കാണാം. പക്ഷെ ഇതൊരു ഒറ്റ ലെയറിലാണ് ഈ 3 സ്ക്രീൻഷോട്ട് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ലെയേഴ്സിലായിട്ട് കൊടുക്കേണ്ടതുണ്ട്. സോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിടാം. സ്ക്രോൾ ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിപ്പോ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ കൂടി ഒരു ഫോട്ടോ 2 സെക്കൻഡ്സ് വരെ മാക്സിമം വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഫോട്ടോ 2 സെക്കൻഡ്സ് എടുക്കുകയാണെങ്കിൽ 3 ഫോട്ടോ ടോട്ടൽ 6 സെക്കൻഡ്സ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ടൈം ലെങ്ത് കൂട്ടാനായിട്ട് ഏതൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ടൈമിന്റെ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈസ് ഇതിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ 1x ആണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളത് കുറച്ചും കൂടി
കുറച്ചുകൂടിയും സമയം കൂട്ടാനായിട്ട് ഒരു 50x അവർക്ക് നമുക്ക് കൊടുക്കാം. 50x കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഇതിൽ ലെങ്ത് കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മൾ 50x കൊടുക്കുകയാണ്, 0.50x. ഓക്കെ, അതിപ്പോൾ 50x കൊടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോ മാത്രം 4.5 സെക്കൻഡ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും 15 സെക്കൻഡ്സിന് മോളിക്ക് എന്തായാലും പോകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോട്ടോ അത് കൊടുത്തു. ദെൻ രണ്ടാമത്തെ ഫോട്ടോ നമുക്ക് അങ്ങോട്ട് നീക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചിട്ട് നേരെ അങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്ക്രീൻഷോട്ടും അങ്ങോട്ട് നീക്കിയിട്ടു. ദെൻ ഇതിന്റെ ടൈം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതും 1x എന്നുള്ളത് 50x നമ്മൾ മാറ്റാൻ പോവാണ്, 0.50x. സോ അപ്പോൾ നമ്മൾ നമ്മുടെ 3 ഫോട്ടോസ് നമ്മുടെ ടൈം ലൈനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോസ് വലുതാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നാമത്തെ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തു. സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തിട്ട് അടിയിൽ പോവുകയാണെങ്കിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഫോട്ടോ വലുതാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വലുതാവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഏറ്റവും റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ രണ്ട് ബോർഡറിലോ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ഫോട്ടോ നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഫോട്ടോ ഒന്ന് സൂം ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സൈസിലൂടെ നമുക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ 3 ഫോട്ടോസും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോട്ടോസ് മോഷനിൽ എത്തിക്കുന്ന ഒരു പ്രൊസീജിയറാണ് അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോസ് 3 ഫോട്ടോസിലും ഒന്നാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഒന്നാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം നേരത്തെ ഇനേബിൾ ചെയ്ത ഓപ്ഷൻ തന്നെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നാമത്തെ ഫോട്ടോയിൽ നമുക്ക് എവിടെ നിന്നാണ് ഫോട്ടോ മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ എനിക്ക് ഇവിടെ തൊട്ട് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാം. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ടൈം ലൈൻ ആഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ടൈം ലൈൻ ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ജസ്റ്റ് ഒന്ന് ആ ഒരു ഫോട്ടോയുടെ ഏറ്റവും അറ്റത്തെ ഭാഗത്തോട്ട് പോവുക. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ഫോട്ടോ ഇവിടെ ഈ ഒരു പാനലുണ്ട്, ഈ പാനലിൽ മെല്ലെ ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെയാണ് നമുക്ക് മൂവ്മെന്റ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും ജസ്റ്റ് ഒന്ന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഫോട്ടോ മൂവ്മെന്റിലായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോട്ടോ ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ്. ഇവിടെ തൊട്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ തൊട്ട് എനിക്ക് വേണ്ടത്. ദെൻ നീക്കാനായിട്ട് ഈ ഒരു പാനൽ നമ്മൾ നീക്കാം. നമ്മുടെ മൂവ്മെന്റ് മൊത്തം ചെയ്യേണ്ടത് നമ്മൾ ഈ പാനലിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വരെയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ അറ്റത്തെ ഭാഗത്തായിട്ട് നമ്മുടെ ടൈം ലൈനിന്റെ അറ്റത്തെ ഭാഗത്തായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോ മൂവ്മെന്റിൽ എത്തുന്നതായിരിക്കും. ദെൻ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഫോട്ടോയും അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി പറയാം. ആദ്യം നമ്മുടെ ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യേണ്ട രീതിയിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് വെക്കാം. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. then ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടിന്റെ ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സംഭവം കൊണ്ടുപോയി വെക്കുക, ലാസ്റ്റ് കൊണ്ടുപോയി വെക്കാം. ദെൻ ഇവിടെ ഈ ഒരു പാനലിൽ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്യാം. അങ്ങനെ സ്ക്രോൾ ചെയ്തതിനു ശേഷം മറ്റെത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ പോയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോട്ടോ മോഷനിൽ എത്തുന്നതായിരിക്കും. കണ്ടോ, ഇതുപോലെ മോഷനിൽ എത്തുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മുടെ ഈ 3 ഫോട്ടോയും മോഷനിൽ എത്തിക്കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ നമ്മുടെ 3 ഫോട്ടോയും മോഷനിൽ എത്തിക്കഴിഞ്ഞു. 4.5 സെക്കൻഡ്സ് ആണ് ഒരു ഫോട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോയുടെ ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആഡ് ചെയ്ത ഫോട്ടോസിൽ വല്ല എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് കൂട്ടണം അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആഡ് എഫക്ട്സ് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാം. ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ തൽക്കാലം എക്സ്പോഷൻ ക്യാമറ സെലക്ട് ചെയ്യാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ, ഈ ഒരു സ്റ്റാറ്റസിന് ഓഡിയോ സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ട് ആ ഒരു ഓഡിയോ നമുക്ക് സെറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ഈ ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് റിവ്യൂ കാണിച്ചു തരാം.
ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഈ സ്റ്റാറ്റസിന്റെ വീഡിയോ ഉണ്ടാവുക. നിങ്ങൾക്ക് സ്ലോ മോഷൻ കുറച്ചിട്ട് കൂട്ടാനായിട്ട് ഒന്നെങ്കിൽ ഫോട്ടോയുടെ ലെങ്ത് കൂട്ടാം, അല്ലെങ്കിൽ ഒരു മോഷന്റെ സൈസ് കുറയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് ഫോട്ടോയുടെ എന്താ പറയാ ഈ ഒരു സ്പീഡ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും, എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയിൽ ഈ റൈറ്റ് സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ ഇടാം, നമ്മുടെ ഫ്രെയിം റേറ്റ് ഫുൾ ഇടാം. അതുപോലെ തന്നെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഇടാം. 1080 പിക്സലാണ് മാക്സിമം ഉള്ളത്. സേവ് ആസ് ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് നേരെ എക്സ്പോർട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എക്സ്പോർട്ടിങ്ങിലാണ്. 100% ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ മൊത്തം എക്സ്പോർട്ട് ചെയ്ത് കഴിയും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഈ സേവ് ടു ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഗാലറിക്ക് സേവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സേവ് ടു ഗാലറിയോട് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാലറി പോയിട്ടൊന്ന് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോസിൽ വന്നെടുക്കുന്നുണ്ട്. ഒരു 12 സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് വന്നെടുക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം ഫോട്ടോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ദെൻ ഫുൾ റേഷ്യോയിൽ തന്നെയാണ് വന്നെടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ സൈസ് നോക്കാൻ ജസ്റ്റ് സൈസ് ഒന്ന് കാണിച്ചു തരാം വീഡിയോയുടെ. ഈ വീഡിയോ ഇപ്പോൾ സൈസ് എടുക്കുന്നത് ഒരു 18 MB സൈസാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ 18 MB ഈ ഒരു വീഡിയോ നിങ്ങൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടാണെങ്കിൽ മിനിമം ഒരു 4-5 MB കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ ഇത്രയും നല്ല വീഡിയോ ക്വാളിറ്റി കുറയാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പാട്ട കംപ്രസർ എന്നൊരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന വീഡിയോസിന് മൊത്തം നിങ്ങൾക്ക് ക്വാളിറ്റി കുറയാതെ തന്നെ വീഡിയോ മൊത്തം കംപ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക, സ്കിപ്പ് ചെയ്ത് കളിയാല്ലാതും അങ്ങനെ തന്നെ അലോ കൊടുക്കുക, നമ്മുടെ മീഡിയയ്ക്ക് അലോ കൊടുക്കുക. അതിനുശേഷം ഇതിൽ നമ്മുടെ വീഡിയോസ് മൊത്തം കാണാം. നമ്മൾ ലാസ്റ്റ് ഇട്ട് നമ്മൾ 18 MB വീഡിയോയുടെ എടുക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ദെൻ ഇതിൽ കംപ്രസ് ചെയ്യുന്ന സൈസ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഇതിൽ കസ്റ്റം റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് 480x1066 എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. 480x1066 ഈ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കമ്പയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കമ്പയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അടിയിലെടുക്കുന്നതാണ് ഒറിജിനൽ വീഡിയോ, മുകളിലാണ് കംപ്രസ്ഡ് വീഡിയോ. ഈ ഒരു വീഡിയോ 18 MB ആയിരുന്നു, അത് കുറച്ച് 0.8 MB എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒറിജിനൽ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ വീഡിയോ. ദെൻ നമ്മുടെ കംപ്രസ്ഡ് വീഡിയോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കംപ്രസ്ഡ് വീഡിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ക്വാളിറ്റി ഡ്രോപ്പ് ആയിട്ട് തോന്നിക്കുന്നുണ്ടോ? അത്രയ്ക്കും നല്ല ക്വാളിറ്റികളാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് സേവ് ചെയ്യാം. അടിയിൽ സേവ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗാലറിയോട് സേവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഗാലറിയോട് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ മുമ്പ് വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ വീഡിയോ ഇട്ട സമയത്ത് HD ക്വാളിറ്റിയുടെ മുമ്പ് ഇട്ട സമയത്ത് കുറെ പേര് പറയണ്ടായിരുന്നു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട് കാണിച്ചു തരാനായിട്ട്. സോ അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റാറ്റസ് ഇട്ടിട്ട് കാണിച്ചു തരാണ്. ഓക്കെ, നമ്മുടെ സ്റ്റാറ്റസിലായിട്ട് ലാസ്റ്റ് എടുക്കുന്ന വീഡിയോ 0.8 MB വീഡിയോ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നേരെ സെൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ സെൻഡിങ്ങിലാണ്. നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ എത്രത്തോളം ക്വാളിറ്റിയിലാണ് നമ്മുടെ ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വന്ന് എടുക്കുന്നത്. ലാൻഡ്സ്കേപ്പിൽ കാണിച്ചു തരാണ്. ഓക്കെ, അപ്പൊ ഇത്രത്തോളം ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇതിൽ സ്റ്റാറ്റസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ 2 ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പൊ നിങ്ങൾക്കും ഇനി വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ മൂവിംഗ് HD ക്വാളിറ്റി വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻസിന്റെയും നിങ്ങൾ ആരെങ്കിലും ഫാൻ ആണെങ്കിൽ അവരുടെയും ഫോട്ടോസ് നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ ഇതുപോലത്തുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുക. നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തരാ, ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്തരാ. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ പാക്കലാം. With